കൈസേ ഹോ എന്ന മൂവിയുടെ ഒരു പ്രസ് മീറ്റ് നടന്നിരുന്നു. ആ പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തിൽ എന്തിനാണ് അഭിനയിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ്. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഈ ഇതേപോലത്തെ ഉള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് ടൈമിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് ഇതിൽ, പക്ഷെ അന്ന് ഞാനത് തിരുത്തി, ഞാൻ അതിൽ നിന്ന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു, ആ എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു. ധ്യാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ എന്ന് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി, ഇപ്പോഴത്തെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല ഇന്നത്തെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നതുകൊണ്ടാണ്. ഈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോഴേ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോൾ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചെന്ന ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് പോലെ തന്നെ. പക്ഷെ എൻ്റെ പേഴ്സണൽ ടേക്ക് ഇതാണ്, എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ബീങ് എൻ ആക്ടർ, പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും ആ ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസൊക്കെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾക്ക് ഇല്ലാതാകുമ്പോൾ മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്